ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണം. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കണു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മെഷീനിൻ്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. ഞാനൊരു 3-4 മാസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു പുതിയ മെഷീൻ വാങ്ങിച്ചത് ഉഷ ജാനുവിൻ്റെ സ്റ്റിച്ച് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷീനാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ റിവ്യൂ ഇടാൻ. അപ്പോൾ എനിക്കോ ഈ മെഷീൻ എന്താണെന്ന് അറിയൂല. അപ്പോൾ ഞാൻ വാങ്ങി കുറച്ച് യൂസ് ചെയ്തതിന് ശേഷം ഇടപോലെ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ മെഷീൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബേസിക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ പറയണത്. എനിക്ക് ഇതിൻ്റെ കൂടുതൽ വശങ്ങളൊന്നും ഞാനും പഠിച്ചിട്ടില്ല, പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഈ മെഷീൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയണമല്ലോ. ആ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു ബോക്സ് വെച്ചിട്ട് അടച്ച് വെച്ചിട്ടാട്ടോ നമുക്ക് മെഷീൻ കിട്ടിയിട്ടുണ്ടാകുക. ആ ബോക്സ് എന്താ വെച്ചാൽ നമുക്ക് എവിടെ മെഷീൻ കൊണ്ടുപോയി വെച്ചാലും പൊടിയും കാര്യങ്ങളൊന്നും പെടാതെ അടച്ച് സൂക്ഷിക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊരു അടിപൊളി ഐഡിയയാണ്. പിന്നെ നമുക്കിതാ മെഷീൻ പൊക്കി കൊണ്ടുപോകാനും എവിടെ കിടക്കണോടത്തോ ഇരിക്കണോടത്തോ എവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് നൂലിടാനുള്ളതാണ് ഈ പിന്ന്. ഇതുപോലെ 2 എണ്ണം കേട്ടോ. ഇതാ ഈ ഭാഗത്ത് ഒരു പിന്നും കൂടി ഉണ്ട്. അത് നമ്മൾ ഇനായക്കുട്ടി എന്തോ വെച്ച് മേടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ആദ്യം പൊക്കി എടുക്കണം. അതോ എൻ്റെ അടുത്ത് വന്ന ഫാൾട്ടാണ് കേട്ടോ. ഞാനിത് അടച്ച് വെക്കാതിരുന്ന സമയത്ത് ചെയ്തതാണ്. അപ്പോൾ ഡബിൾ സ്റ്റിച്ചിങ്ങും ഡബിൾ നീഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാനാണ് 2 എണ്ണം. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ബോബിനിൽ നൂല് ചുറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ മെഷീനിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഒരു സൂചി, അതേപോലെ ഈ പ്രഷർ ഫൂട്ടൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതാ ഫൂട്ട് താഴത്തേക്കും മേലക്കും നമ്മൾ സാധാ മെഷീനിൽ ചെയ്യുന്ന പോലെ തന്നെ മേലക്കും താഴേക്കും ആക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ ആക്കാൻ പറ്റുന്നല്ല കേട്ടോ, പറഞ്ഞു വന്നതാണ്. ആക്കാനൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടായിൽ. അതേപോലെ തന്നെ ഇത് നമ്മൾ നൂല് കട്ട് ചെയ്യാനാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൂല് കട്ട് ചെയ്യാൻ കത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കൊളുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂല് പൊട്ടിപ്പോരും. പിന്നെ ഇതാണ് മെഷീൻ്റെ മെയിൻ പ്രത്യേകത കേട്ടോ. ഇത്രയും പാറ്റേണിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മെഷീൻ്റെ അൺബോക്സിങ് ചെയ്ത സമയത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 57 സ്റ്റിച്ചിങ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം താങ്കൾ പോയിട്ട് സ്റ്റിച്ചിങ് ഫംഗ്ഷൻസ് എന്താണെന്ന് പഠിക്കൂ, ഇത്രയൊന്നും ഇല്ല എന്ന് പറഞ്ഞ്. പക്ഷേ മെഷീൻ്റെ ബോക്സിലൊക്കെ എഴുതി വെച്ചതാണ് ഞാൻ വായിച്ചത് കേട്ടോ. 57 സ്റ്റിച്ചിങ് ഫംഗ്ഷൻസ് എന്ന്. ഇത്രയും ഇതുകൾ വെച്ചിട്ട് നമുക്ക് ഐഡിയപരമായിട്ട് അടിപൊളി സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ലെങ്ത്തും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നേരത്തെ കണ്ടത്. പിന്നെ ഇത് നമ്മൾ പാറ്റേൺ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഏത് മോഡലിലാണ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് പാറ്റേൺ സെലക്ട് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ ടെൻഷനാണ് കേട്ടോ. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് 1 തൊട്ട് 9 വരെ ഉണ്ട്. ഏതിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. പഠിക്കുകയല്ല, പഠിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ ഇത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ. ജസ്റ്റ് മുകളിലേക്കൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു സ്റ്റോറേജ് സ്പേസാണ്. അത്യാവശ്യം നൂലും കൈസും ബോബിനും ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ബോക്സ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ സൈഡിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ ബോക്സിനെ നമുക്ക് ഇങ്ങോട്ട് റിമൂവ് ചെയ്തെടുക്കുക. പകരം നമുക്കിതാ ഇവിടെ നമ്മളെ കൈസും ബോബിനൊക്കെ അറ്റാച്ച് ചെയ്യുന്ന സ്ഥലം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സാധാ പോലെ തന്നെ നമ്മൾ കൈസ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ചെടുത്തതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ കൈസും ബോബിനൊക്കെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോബിനും കൈസും അതേപോലെ സൂചി പ്രഷർ ഫുട്ടൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എക്സ്ട്രാ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചതിന് ശേഷം നമുക്കത് അങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. പിന്നെ ഇതാണ് ഫുഡ് കൺട്രോളർ. നമ്മൾ കൈയും കൊണ്ടോ കാലും കൊണ്ടൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ചിലർ താഴെ വെച്ചിരുന്നിട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടാകുക. അങ്ങനെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരുവിധം എല്ലാവരുടെ സാധാ മെഷീനിൽ യൂസ് ചെയ്യണതാകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടാവില്ല പറയാൻ തോന്നുന്നു. സാധാ പോലെ തന്നെ നമ്മൾ മെഷീനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണു. പിന്നെ നമ്മൾ പവർ പ്ലഗിൽ ഇത് അതിൻ്റെ പോയിന്റ് കുത്തി കൊടുത്തതിന് ശേഷം ഓണാക്കി കഴിഞ്ഞാൽ മെഷീൻ്റെ ഇവിടെയുള്ള ഈ ചെറിയൊരു സ്വിച്ച് ഉണ്ട് കേട്ടോ. ഈ സ്വിച്ചും കൂടി ഓണാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ മെഷീൻ തുന്നുമ്പോൾ കണ്ണില്ല, അതേപോലെ സ്റ്റിച്ചിൻ്റെ അതൊന്നും അറിയാത്ത പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. കാരണം അവിടെ ഒരു LED ലൈറ്റ് തെളിയും. ഇനി നമ്മൾ ഫുഡ് കൺട്രോളർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ ഇതാ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെഷീൻ്റെ ബേസിക്കായിട്ട് ഒരാൾക്ക് അറിയേണ്ടത്. പിന്നെ ഇത് നമ്മൾ കൈ വെച്ചിട്ട് സൂചി പൊക്കാനും താത്താനൊക്കെ ഉപയോഗിക്കണ കൺട്രോളറാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെഷീൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് മെഷീൻ്റെ കൂടെ കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയിട്ടായിരുന്നത്. ആമസോണിൽ നിന്ന് 19,999 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 500 രൂപയും കൂടി എക്സ്ട്രാ അടക്കുകയാണെന്നുണ്ടെങ്കിൽ നൂലും കാര്യങ്ങളായിട്ട് ഒരു ബോക്സും കൂടി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അത്യാവശ്യമുള്ള കാരണം കൂടി ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഇതാ റൗണ്ട് ഹെമ്മിങ് ഫൂട്ട്, അതേപോലെ തന്നെ സിബ് അറ്റാച്ച് ചെയ്യാനുള്ള സിബ്ബർ ഫൂട്ട്, പിന്നെ നമ്മളെ ബട്ടൺ ഹോൾ ഫൂട്ട് കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ഹോൾ ഫൂട്ട്. പിന്നെ നമ്മൾ ഓയിൽ കൊടുക്കുക. ഓയിലിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓയിൽ. അതേപോലെ തന്നെ നൂല് കട്ട പിടിച്ചാൽ അഴിക്കാൻ ഇതിനൊക്കെ പറ്റുന്ന സിം റിപ്പർ,
പിന്നെ ഇതെന്തോ ഒരു ഹെം ഗൈഡ് എന്ന് പറഞ്ഞിട്ട് അതെന്താ യൂസ് എന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് സൂചികൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാനുള്ള നീഡിലാണ് ഈ കറുപ്പ് കളറിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഫ്രീ ആയിട്ട് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു ബോബിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ആ അറ്റത്തും ഈ അറ്റത്തൊക്കെ ഹോള് കാണാണ്ടല്ലോ. അപ്പോൾ തുടക്കക്കാർക്കൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൽ നല്ല ഏത് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബോബിൻ്റെ നൂല് ഇങ്ങനെ പിടിച്ച് കിട്ടാൻ പാടാണല്ലോ. അപ്പോൾ അങ്ങനത്തേക്കൊക്കെ യൂസ് ചെയ്യാനാണ് കേട്ടോ ഇത്. സാധാരണ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ ഹോളിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാ പോലെ തന്നെ ഒന്ന് കറക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലിട്ടിട്ട് നൂല് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടി നൂലൊന്നിട്ട് ഒരു കെട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നൂല് ചുറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോബിന് അതിന് അഴിഞ്ഞു പോരൂല കേട്ടോ. പറയണേക്കാട്ടിലും നന്നായിട്ട് മനസ്സിലാവുക വീഡിയോ കാണുമ്പോഴേയിരിക്കും തോന്നുന്നു കേട്ടോ എനിക്ക്. ഇതിപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ തന്നെ ഫോൺ കയ്യിൽ വെച്ചിട്ട് വീഡിയോ എടുക്കലും പിന്നെ ചെയ്യലും കൂടി ആകുമ്പോൾ ചില ഭാഗത്തൊക്കെ ചിലപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും കേട്ടോ. പിന്നെ നൂലിനെ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ചെറിയൊരു സ്ക്രൂ പോലെ ഉണ്ട്, അതിന് ചുറ്റി ഇങ്ങനെ കൊടുത്തതിന് ശേഷം നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ നൂലിടുന്ന നേരത്തെ കാണിച്ചെന്ന പിന്നുണ്ടല്ലോ, അകത്ത് ഒരു പിന്നിനെ പൊക്കിയതിന് ശേഷം അതിലിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ബോബിനിൽ നൂല് ചുറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. സാധാ ചെയ്യണ പോലെ തന്നെ നമ്മൾ ഫുഡ് കൺട്രോളർ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്വിച്ച് ഓൺ ആക്കാൻ മറക്കരുത് കേട്ടോ. പവർ പ്ലഗിലുള്ള സ്വിച്ചും അതേപോലെ മെഷീനിലുള്ള സ്വിച്ച് ഓൺ ആക്കുക. അതിനുശേഷം ഫുഡ് കൺട്രോളർ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നൂല് ചുറ്റിയെടുക്കുക. അപ്പോൾ വല്ലാതെ സ്പീഡിൽ ചവിട്ടുന്ന സമയത്ത് ഇതുപോലെ നൂല് മേലൊക്കെ തെറിച്ച് പോകാൻ സാധ്യതയാണ്. അപ്പോൾ ജസ്റ്റ് കൈ കൊണ്ടുവന്ന് മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് തെറിച്ച് പോകാതിരിക്കും കേട്ടോ. ഇപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മൾ ഇതിൽ നൂല് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീനിൽ നൂല് എങ്ങനെയാണ് കോർത്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം കറക്റ്റ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടി നേരെ കൊണ്ടുവരാം കേട്ടോ. 1 2 3 എന്നിട്ടിട്ട് ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാം കേട്ടോ. പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. ജസ്റ്റ് താഴേക്ക് കൊണ്ടുവന്നിട്ട് ഒരു യൂട്ടേൺ അടിക്കണ പോലെ നേരെ മുകളിലേക്ക് കൊണ്ടുപോകണം. ജസ്റ്റ് അതിൻ്റെ അപ്പുറത്ത് കൂടി ഒന്ന് എടുത്തിട്ട് നേരെ താഴത്തേക്ക് തന്നെ കൊണ്ടുവരണം കേട്ടോ. പിന്നെ താഴ്ഭാഗത്ത് ഇതുപോലൊരു കമ്പി പോലെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടി കൂടുന്ന ചെറിയൊരു പിന്നും കൂടി അപ്പുറത്തുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടിയും ഒന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് നൂലിടേണ്ട പണി കഴിഞ്ഞു. ഇനി നമ്മൾ സൂചി നൂലും കോർക്കലാണ് കേട്ടോ. ഇതൊരു പുടുത്തം വിട്ട പരിപാടിയാണല്ലേ ഒട്ടുമുക്കാൽ ആൾക്കാർക്കും. പിന്നെ ഇതിൽ LED ലൈറ്റ് ഉള്ള കാരണം കൂടി ഒരു വിധം നമുക്ക് കണ്ണ് കാണും, നേരെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതല്ലാത്തവർക്ക് ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. ഈ സാധനം ജസ്റ്റ് താഴത്തേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് നൂലിനെ നമ്മളത് അതിൻ്റെ ഉള്ളിലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് സൂചിൻ്റെ തൊട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ സാധനം മേലേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് സൂചിൻ്റെ ഉള്ളിൽ കൂടി നൂലിനെ നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മൾ സൂചി നൂലൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അടിയിൽ കൈസും ബോബിനും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ സാധാ മെഷീനിൽ ചെയ്യണ പോലെ തന്നെ കൈസും ബോബിനും അറ്റാച്ച് ചെയ്തിട്ട് അതിനുള്ളിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ. അത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. ഇനി ഇതാ ആ കൈസിലുള്ള ഒരു കമ്പി ഉണ്ടല്ലോ, അത് മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഒന്ന് നമ്മളിങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഒരു ടെക്നോ സൗണ്ട് കേൾക്കാം. അപ്പോൾ അതിൽ പിടിച്ച് നിന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി ബാലൻസ് നൂലിന് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഡോറൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ബോക്സും കൂടി അതിൽ വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നൂലിടാനുള്ളത്. ഇനി നമ്മൾ ഫുഡ് കൺട്രോളറാണ് കേട്ടോ. ഞാൻ കാല് കൊണ്ട് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യാറ്. ചിലർ കൈ വെച്ചിട്ടും കാലിൻ്റെ തുട വെച്ചിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ കാല് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ആദ്യമായിട്ട് തുന്നുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കൺട്രോളർ ഒരുപാട് അമർത്തി ചവിട്ടാതിരിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് സ്പീഡിൽ പോകും. അപ്പോൾ നമുക്ക് സ്റ്റിച്ചൊക്കെ ആകെ വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ പോകും. അങ്ങനത്തെ ആൾക്കാർ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ലെങ്ത്ത് വിഡ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്. ലെങ്ത്ത് 4 വെച്ചിട്ടുണ്ട്, വിഡ്ത്ത് 5 വെച്ചിട്ടുണ്ട്, പാറ്റേൺ A കൊടുത്തിട്ടുണ്ട്. നോർമൽ സ്റ്റിച്ചിനുള്ളതാണ് കേട്ടോ അതൊക്കെ. ഇനി നമ്മൾ ടെൻഷനും 4ലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ടെൻഷൻ 4, പാറ്റേൺ A, ലെങ്ത്ത് 4 വന്നിട്ടുണ്ട്, വിഡ്ത്ത് 5 വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒന്ന് നൂല് കെട്ടിടണം അല്ലേ. ആ കെട്ടിടാൻ വേണ്ടിയിട്ട് ഈ സാധനം ജസ്റ്റ് ഒന്ന് താഴത്തേക്കും മേലത്തേക്കും ഒന്ന് നമ്മളിങ്ങനെ കൈ കൊണ്ടാക്കിയിട്ട് ഫുഡ് കൺട്രോളർ യൂസ് ചെയ്തിട്ട് ഒന്ന് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കെട്ട് വരും കേട്ടോ. മുന്നിലേക്കും പിന്നിലേക്കും ഒന്നാകാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് വിരൽ വെച്ചിട്ട് താഴേക്കും മേലക്കും ആക്കണത്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല.
പിന്നെ ജസ്റ്റ് ചെറിയൊരു മോട്ടർ വർക്ക് ചെയ്യുന്ന സൗണ്ട് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമ്മൾ വീണ്ടും കെട്ടിട്ടാണ് ജസ്റ്റ് ഇതാ കൈ കൊണ്ട് താഴത്തേക്ക് മേലേക്ക് ഒന്ന് ആക്കിയിട്ട് കാല് വെച്ചിട്ട് നമ്മൾ ഫുഡ് കൺട്രോൾ കൺട്രോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് മുന്നിലും പിന്നിലാകുമ്പോൾ ഇതുണ്ടോ കെട്ട് വീണു കേട്ടോ. ഇനി നമുക്ക് നൂല് കട്ട് ചെയ്യാനിതാണ് പറഞ്ഞത്. ജസ്റ്റ് ആ നൂലിനെടുത്തതിന് ശേഷം നമ്മളിതാ ഇവിടെ സൂചിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെ ഈ കണക്കണ ഈ സാധനത്തിൽ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. കാരണം അവിടെ ചെറിയൊരു ബ്ലേഡാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നൂല് കട്ടായിട്ട് വരും. ഇപ്പം നമ്മളത് സാധാരണ നോർമൽ സ്റ്റിച്ച് ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സാധാ ബേസിക് ആയിട്ട് കിട്ടേണ്ട നോർമൽ സ്റ്റിച്ച് എങ്ങനെയാണോ ആ സ്റ്റിച്ച് ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാറ്റേൺ ഒന്ന് മാറ്റി മാറ്റി ചെയ്ത് നോക്കാം. ഈ പാറ്റേൺ മാറ്റില്ല പറഞ്ഞാൽ നമ്മൾ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് പാറ്റേൺ മാറ്റി ലെങ്ത്തും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ടെൻഷനും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വിട്ട് അഡ്ജസ്റ്റ് ചെയ്യണതാണ്. നമുക്ക് ഒരുപാട് വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടും വേണമെന്നുണ്ടെങ്കിൽ 5ലും 4ലൊക്കെ ഇട്ട് കൊടുക്കുക. ഇതാണ് പാറ്റേണുകൾ കേട്ടോ. ഈ ABCD മാറ്റി കഴിഞ്ഞാൽ ഇതുപോലുള്ള പാറ്റേണൊക്കെ നമുക്ക് ചെയ്തെടുക്കുക. ജസ്റ്റ് ലെങ്ത്തും വിഡ്ത്തും ടെൻഷനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പല രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗത്ത് കൈസും ബോബിലിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ എംബ്രോയിഡറി ത്രെഡൊക്കെ കൊടുത്തതിന് ശേഷം മുകളിൽ സാധാ എംബ്രോയിഡറിയുടെ നമ്മൾ സിൽക്കിൻ്റെ ത്രെഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ കുറച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ. ഇത് നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് മാറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ലെങ്ത്തും വിഡ്ത്തും ടെൻഷനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതിന് ഉപയോഗിക്കുന്നതും ഈ സാധാ ഫൂട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ. കാരണം ഇതിൽ നമുക്ക് സിക്സാഗൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫൂട്ട് തന്നെയാണിത്. ഇപ്പോൾ സൂചി കണ്ടോ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആയിട്ട് ഡാൻസ് കളിച്ച് പോണത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള സ്റ്റിച്ചാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ഈ വക സ്റ്റിച്ചുകൾ ചെയ്യുമ്പോൾ ഒരിക്കലും തുണി നമ്മൾ അപ്പുറത്തുനിന്ന് വലിച്ചു കൊടുക്കരുത്. അങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസൈൻ ഇങ്ങനെ മാറി തുടങ്ങും കേട്ടോ. നമ്മൾ വലിച്ചു കൊടുക്കാതെ നമ്മൾ പ്രത്യേകിച്ച് എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കണ്ടോ. നമ്മൾ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറെ സൈസും വലിച്ചു കൊടുക്കാതെ വേറെ രീതിയിലായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചുകൾ കിട്ടും. അപ്പോൾ വലിച്ചു കൊടുക്കാതെ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന സമയത്ത് വലിച്ചു കൊടുക്കാതെ ചെയ്യായിരിക്കും നല്ലത്. വീണ്ടും ഞാൻ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ പാറ്റേൺ ഇത് ഡീലിട്ട് കൊടുക്കുന്നുണ്ട്. സീലായിരുന്നു അത് മാറ്റി നമ്മൾ ഡീലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ടെൻഷനൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് അതേ ഇതിൽ തന്നെ ചെയ്ത് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് നമുക്ക് വേറൊരു മോഡലായിട്ട് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ നമുക്ക് സാധാരണ നമ്മൾ ഷാളിൻ്റെ വക്കത്ത് കൂടിയോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ സ്ലിറ്റ് ഉണ്ടല്ലോ അതിൻ്റെ സൈഡിൽ കൂടി, അതേപോലെ നമ്മളെ കയ്യിൻ്റെ സ്ലീവൊക്കെ ഉണ്ടല്ലോ സ്ലീവിൻ്റെ ഒക്കെ സൈഡിൽ കൂടിയൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ഡിസൈനുകൾ കളർ മാറ്റി ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എംബ്രോയിഡറി പഠിക്കാത്തവർക്കോ അതിൻ്റെ ഡിസൈൻ ഒന്നും അറിയാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വക സ്റ്റിച്ചുകൾ യൂസ് ചെയ്യാം കേട്ടോ. വീണ്ടും ഞാൻ പാറ്റേൺ മാറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അടിക്കുമ്പോൾ നമുക്ക് വേറെ രീതിയിലുള്ള സ്റ്റിച്ചായിട്ട് കിട്ടുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുന്നേക്കാട്ടും മനസ്സിലാവുക നമ്മളതിങ്ങനെ യൂസ് ചെയ്യുമ്പോഴേക്കും. കാരണം നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒരു പഴയ തുണിയിലോ കാര്യങ്ങളിലോ അങ്ങനെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കേട്ടോ ഓരോന്നും ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റിച്ചാണ് കിട്ടണമെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നുള്ളൂ. ഇപ്പോൾ വെറൈറ്റി ആയിട്ട് വേറൊരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ നമുക്ക് റെഡിമെയ്ഡ് എടുക്കുന്ന ഡ്രസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കാരണം കുട്ടികളുടെ ഫ്രോക്കിലോ നമ്മുടെ ചുരിദാറിൻ്റെ സ്ലീവിലോ സ്ലിറ്റിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലുള്ള സ്റ്റിച്ചുകളാണ് കേട്ടോ ഇതൊക്കെ. വീണ്ടും ഞാനൊരു പാറ്റേണും കൂടി മാറ്റിയിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വക സ്റ്റിച്ചുകൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുപോലെ തുണി ബാക്കൊക്കെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിൽ വിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് അത്ര നല്ല ഭംഗിയിൽ കിട്ടൂല. അപ്പോൾ വലിച്ചു കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്യാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തുണി നീങ്ങി പോണ പോലെ തന്നെ ചെയ്യാൻ നല്ലത്. കാരണം നമുക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ, നമ്മൾ വലിച്ചെടുക്കാത്ത സമയത്ത് കട്ടായിട്ട് വന്നിട്ടുണ്ട്, നൂല് വലിച്ചെടുക്കുന്ന സമയത്ത് വിട്ട് വന്നിട്ടുണ്ട് അല്ലേ, ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് പല രീതിയിലും പല പാറ്റേണൊക്കെ ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ മെഷീൻ്റെ ഈ ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇത് സൂചിയുടെ ഭാഗത്ത് ഇതുപോലൊരു സാധനം ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഇത് ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫൂട്ട് അവിടെ താഴത്തേക്ക് വീഴും. പ്രഷർ ഫൂട്ട് പൊക്കി കൊടുത്തതിന് ശേഷം വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മളെ ഫൂട്ട് ഇതുപോലെ അഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൽ ഫൂട്ട് അറ്റാച്ച് ചെയ്യാനും സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ഇപ്പോൾ ഈ സ്റ്റിച്ചിനൊക്കെ ഉപയോഗിച്ച ഫൂട്ട് ഇതാണ്.
ഇനി നമ്മൾ റൗണ്ട് ഹെമ്മിങ് ഫൂട്ടാട്ടോ ഇനി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാൻ ലോക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ നടുവിലുണ്ട് ഒരു കമ്പി പോലെ വന്നിട്ടുണ്ടല്ലോ, ആ ഭാഗത്തിന് കറക്റ്റ് നമ്മൾ മെഷീൻ്റെ സൂചിയുടെ ആ ഭാഗത്ത് പ്രഷർ ഫൂട്ടിൻ്റെ ആ ഭാഗത്ത് ഒരു വാ പൊളിച്ച് നിൽക്കുന്ന പോലെ ഒരു ഭാഗം ഉണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോഴായിരിക്കും മനസ്സിലാവുണ്ടാവുക കേട്ടോ കൂടുതലായിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ആ കമ്പി നമ്മൾ വാ തുറന്ന് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ജസ്റ്റ് അവിടെ നിന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രഷർ ഫൂട്ട് ഒന്ന് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിൽ വന്ന് അടയും കേട്ടോ. കണ്ടോ, സിമ്പിളായിട്ട് ഫുട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റി. ഇനി നമ്മളെ ഷാളുകളുടെയോ ഡ്രസ്സിൻ്റെയൊക്കെ അടിഭാഗമൊക്കെ നമുക്ക് ലോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഈ കുട്ടികളുടെ ഫ്രോക്ക് ഉണ്ടല്ലോ അമ്പർല കട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അടിഭാഗമൊക്കെ ലോക്ക് ചെയ്യാൻ, അതുപോലെ ഹെമ്മിങ് ചെയ്യാൻ, ചുരിദാറിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് ലോക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഈ സാധനം. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തുണിയൊന്നിങ്ങനെ വളച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ചെരിച്ചിട്ട് നമ്മൾ വിരലും കൊണ്ട് ജസ്റ്റ് ഇതിങ്ങനെ ചെരിച്ചിങ്ങനെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് സീലാണ് കേട്ടോ പാറ്റേൺ ഇട്ടിട്ടുള്ളത്. വിഡ്ത്തും ലെങ്ത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അത് എന്താ ഇപ്പോൾ 2ലോ 4ലോ 5ലോ ഒക്കെ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ സ്റ്റിച്ചിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ മാറി കിട്ടും. പാറ്റേൺ സി ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ക്ലീൻ ചെയ്യണം അല്ലേ. അപ്പോൾ ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് കേട്ടോ ഈ മെഷീനിൽ. ജസ്റ്റ് ഈ കൈസും ബോബിനും അയച്ചതിന് ശേഷം ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ഈ 2 ബട്ടൺ പോലെ കാണുന്നുണ്ടല്ലോ, അത് നമ്മൾ കൈ കൊണ്ടൊന്ന് അമർത്തിയതിന് ശേഷം ഒന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ഭാഗത്തുള്ളതൊന്നും പോന്ന് കിട്ടും. പെട്ടെന്ന് പോരൂല. ജസ്റ്റ് നമ്മൾ വിരലും കൊണ്ടൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി, ഒന്ന് അമർത്തിയതിന് ശേഷം. അപ്പം നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞ് പോരും. പിന്നെ നമ്മളിത് അതിൻ്റെ ഉള്ളിലുള്ള 2 സാധനത്ത് ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഞാൻ 1 പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് ആകതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. എത്ര ഇല്ല പറഞ്ഞാലും നമ്മൾ അടച്ചു വെച്ചിട്ടും കാര്യമില്ല. മെഷീനിൻ്റെ നമ്മൾ നൂലിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പെടും കേട്ടോ. ഇതുണ്ടോ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്കൊരു കോട്ടൺ തുണി വെച്ചിട്ടോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ എത്ര കണ്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുനടക്കണം അത്ര കണ്ട് നമ്മളെ മെഷീനിന് ലൈഫ് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. ഇത് അറ്റാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഇതേപോലെ റൗണ്ട് കറക്റ്റ് ആക്കിയിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ കേട്ടോ. താഴ്ഭാഗത്തുള്ള റൗണ്ടിൽ ഉണ്ടല്ലോ അതിനനുസരിച്ച് കറക്റ്റ് ആക്കിയിട്ട് മുകൾ ഭാഗത്തേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി, അത് അവിടെ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. ഇനി വീലാണെന്നുണ്ടെങ്കിലും അതെ, ഇതിൻ്റെ നമ്മൾ കൈസിൻ്റെ മോൾ ഭാഗത്തേക്ക് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അത് മോൾ ഭാഗത്തേക്ക് തന്നെ ആക്കിയതിന് ശേഷം ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മതി, അവിടെ നിൽക്കും. എനിക്കിപ്പോൾ അത് പറ്റാത്തത് ഞാൻ ഒരു കയ്യിൽ ക്യാമറ നമ്മൾ ഫോൺ ഓണാക്കി പിടിച്ചിട്ടുണ്ട്, ഒരു കൈ കൊണ്ട് അത് പണിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് പറ്റാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 കൈ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അത് അവിടെ നിന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ ഇങ്ങനെ ഒരു സെറ്റായിട്ട് നിൽക്കും കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പിന്നെ പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. വെറുതെ തട്ടി കൊടുത്താൽ ആവില്ല, ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിൽ പിന്നെ അവിടെ വന്ന് വീഴും കേട്ടോ. അപ്പോൾ പിന്നെ അത് അവിടെ അറ്റാച്ച് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ബോബിൻ കേസിൻ്റെ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് മെഷീൻ്റെ മോൾ ഭാഗം ക്ലീൻ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിത് ബോക്സൊക്കെ നടച്ച് വെക്കാം, സ്റ്റോറേജ് ബോക്സ് കാര്യങ്ങളൊക്കെ നടച്ച് വൃത്തിയാക്കി വെക്കാം. ഇനി നമുക്ക് മേൾ ഭാഗത്ത് ക്ലീൻ ചെയ്യണതൊന്ന് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഇതുപോലൊരു നോബ് ഉണ്ടാവും കേട്ടോ. ആ നോബ് കറക്റ്റ് നമുക്ക് നഖം വളർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നഖം കൊണ്ട് അതല്ലാണെങ്കിൽ ജസ്റ്റ് ഒരു കനം കുറഞ്ഞ എന്തുകൊണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് പോരും കേട്ടോ. ആ നോബ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട്. ആ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് അഴിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ സാധാ മെഷീന് ചെയ്യണ പോലെ എപ്പോഴെപ്പോഴും എണ്ണ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇതിനില്ല കേട്ടോ. ഒരു 4 മാസം 5 മാസമൊക്കെ കൂടുമ്പോൾ കൊടുത്താൽ മതിയാവുമെന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരുപാട് പിന്നെ അടിഭാഗത്തും മുകൾ ഭാഗത്തും കുറേ എണ്ണ കൊടുത്ത് എണ്ണയിൽ കുളിപ്പിച്ച് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വല്ല സൗണ്ടിന് വ്യത്യാസമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം ചെയ്താൽ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഇത് ഒരു പ്രാവശ്യം മാത്രം ഒന്ന് എണ്ണ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ അത് അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മെഷീൻ്റെ ഉൾഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ പഴയ മെഷീനും കൂടി എണ്ണ കൊടുത്ത കാരണം കൂടി ഇതിലുള്ള എണ്ണ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എണ്ണ വാങ്ങിയിട്ട് വേണം കേട്ടോ. ഇതിൽ ഒഴിക്കണ ഓയിലുണ്ടല്ലോ അത് വാങ്ങിയിട്ട് വേണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ്റെ ഉള്ളിൽ ഒന്നും കൂടി സോഫ്റ്റായിട്ട് നമുക്കൊന്ന് നല്ല സ്മൂത്തി ആയിട്ട് തുന്നാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ഇത് ഇതേപോലെ തന്നെ ഈ ബോക്സ് നമ്മളിതാ അങ്ങനെ വെച്ചിട്ട് കറക്റ്റ് അങ്ങനെ തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവിടെ
നിൽക്കും കേട്ടോ. ഇനി നമുക്ക് സ്ക്രൂ കൊടുത്തതിന് ശേഷം നോബും കൂടി അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ്റെ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞു. അപ്പോൾ എത്ര ഉള്ളൂ പണി കേട്ടോ. മെഷീനിക്ക് എനിക്കിതുവരെ തോന്നിയിട്ടില്ല കറണ്ട് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ആ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാം കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ ഇൻവെർട്ടർ ഉള്ള കാരണം കൊണ്ട് ഞാൻ കറണ്ട് പോയാൽ ഇൻവെർട്ടർ പ്ലഗ് ഉള്ള അവിടെ പോയിട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ വർക്ക് ചെയ്യും കേട്ടോ. ഒരുപാട് വോൾട്ടൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ കറണ്ട് പോകുമ്പോഴാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുക. പിന്നെ റെഗുലറായിട്ട് 2-3 മണിക്കൂർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചൂടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ട്. അപ്പോൾ ഞാൻ മെഷീനിൽ നമുക്ക് കുറച്ച് ഫൂട്ടല്ലേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ഇതാ കുറച്ചധികം ഫൂട്ടുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ ഐറ്റങ്ങളും നമ്മൾ മെഷീനിൽ എന്തൊക്കെ പറ്റും അതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന സൈസിലുള്ള ഫൂട്ടുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന്. മീഷോ നാട്ടോ വാങ്ങിയിട്ടില്ല. ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് ഉപകാരമായി വിചാരിക്കണം. ഈ മെഷീൻ വാങ്ങാൻ ആഗ്രഹിക്കണവർക്ക് ഞാൻ 100% ഓക്കെ പറയും കേട്ടോ. കാരണം നല്ല അടിപൊളി മെഷീനാണ്. അപ്പോൾ വാങ്ങാൻ ആവശ്യമുള്ളവരൊക്കെ വാങ്ങാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്കിതൊക്കെയാണ് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ കൂടിൻ്റെ ത്രെഡിങ്ങും അല്ലെങ്കിൽ ഇതുപോലുള്ള സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനും പഠിച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് വീഡിയോ ഇടാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇങ്ങനത്തെ മെഷീൻ ഉണ്ട് യൂസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.